പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 9-ാം മാസത്തിൻ്റെ 13-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഒരാഗ്രഹം നിറവേറി കഴിയുമ്പോൾ അടുത്തതിനായി വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്നു. മനുഷ്യൻ മരിച്ചാലും അവൻ്റെ ആഗ്രഹങ്ങൾ മരിക്കുന്നില്ല. ദൈവവചനം പരിശോധിക്കുന്ന ഒരാൾക്ക് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് വിവിധവും വിശാലവുമായ ചിന്തകൾ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണാം. വേദപുസ്തകപ്രകാരം മനുഷ്യരുടെ ആഗ്രഹങ്ങളെ പൊതുവെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഒരു യഥാർത്ഥ ദൈവഭക്തൻ്റെ ആഗ്രഹവും, രണ്ടാമതായി ലോകമനുഷ്യൻ്റെ ആഗ്രഹവും. ദുഷ്ടൻ്റെ ആഗ്രഹം എപ്പോഴും ദൈവത്തിൽ നിന്നും വളരെ അകന്ന് ജീവിക്കുവാനും സാത്താൻ്റെ നിയന്ത്രണത്തിൽ കഴിയുന്നവനും ആകയാൽ അവൻ ദൈവത്തിനെതിരായി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ ആഗ്രഹങ്ങൾ സ്വാർത്ഥപരമായിരിക്കും. മറ്റാരെയും അവൻ ഗൗനിക്കുന്നില്ല. സ്വന്തം കാര്യം മാത്രം അവന് പ്രധാനം. ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടായാലും തൻ്റെ ആഗ്രഹങ്ങൾ മാത്രം നടക്കണമെന്ന് ചിന്തിക്കുന്നു. കൈത്താങ്ങിയവരെ ഓർക്കാതെ, പ്രാർത്ഥിച്ച് സഹായിച്ചവരെ ഓർക്കാതെ, എല്ലാ നിലകളിലും നമ്മെ സഹായിച്ചവരെ ഈ കൂട്ടർ വേഗത്തിൽ മറന്നുപോകും. ഈ കൂട്ടത്തിൽ തന്നെ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരും ഉണ്ട്. ചുരുക്കത്തിൽ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇവരുടെ ആഗ്രഹങ്ങൾ നിലകൊള്ളുന്നത്. ഏതു നിലയിലായാലും ലോകത്തിൽ ചിലതെല്ലാം നേടണം, എങ്ങനെയെങ്കിലും ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളെല്ലാം നേടിയെടുക്കണമെന്നുള്ള ചിന്ത മാത്രമേ ഈ കൂട്ടർക്കുള്ളൂ. ഇതിനുവേണ്ടി ഏത് ഹീനവും കാര്യവും ചെയ്യുവാൻ, സ്വീകരിപ്പാൻ അവർ തയ്യാറാകും. ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന പലരുടെയും ആഗ്രഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും മറിച്ചാണെന്ന് തോന്നുന്നില്ല. മനുഷ്യരുടെ ചില ആഗ്രഹങ്ങളൊക്കെ നിവർത്തിച്ചു തരുവാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും നിവർത്തിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കുകയില്ല. അഹശ്വേരോസ് രാജാവ് എസ്തേറിനോട് പറയുമ്പോൾ, നിന്റെ ആഗ്രഹം രാജ്യത്തിൻ്റെ പകുതി വരെ ആകാം, അതുവരെ ഞാൻ നിവർത്തിച്ചു തരാം, അതിനപ്പുറം നിവർത്തിപ്പാൻ രാജാവിനും കഴിയുകയില്ല. യഥാർത്ഥ ദൈവഭക്തൻ്റെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് അവൻ ചിന്തിക്കാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഭക്തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുകയും ദൈവം അതിനെ നിവർത്തിക്കുകയും ചെയ്യേണ്ടതിനായിട്ടുള്ള ഒരാഗ്രഹം, ദൈവത്തോട് ചേരുവാനും ദൈവത്തോട് വാസം ചെയ്യുവാനുമുള്ള ആഗ്രഹം, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും അവൻ്റെ ആയുഷ്കാലം എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ എന്ന് സ്വാമീശ്വത്ര ഭക്തൻ അവകാശപ്പെടുന്നു. ആത്മാവ് ദൈവത്തോട് ചേരുവാനുള്ള ആഗ്രഹം. എൻ്റെ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ യഹോവേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് ഭക്തൻ അവകാശപ്പെടുന്നു. ദൈവത്തെ ആഗ്രഹിക്കുക, നന്മ മാത്രം ചെയ്യുവാൻ ആഗ്രഹിക്കുക, ഇതൊക്കെയാണ് ഒരു ഭക്തൻ്റെ ആഗ്രഹം. ഇങ്ങനെയായിരിക്കും യഥാർത്ഥ ഒരു ദൈവഭക്തൻ്റെ ആഗ്രഹങ്ങൾ നടക്കേണ്ടത്. ഭക്തന്മാരുടെ ആഗ്രഹങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് കൂടെ നാം അറിയണം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും. അവിടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. അവൻ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി. അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ദൈവം എത്തിക്കും. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു.
അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. ഈ പ്രഭാതം നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ആമേൻ. സ്വർഗം പ്രസാദിക്കുന്ന ആഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് ദൈവത്തിന് വേണ്ടി അനവധി നന്മകൾ ചെയ്തതുപോലെ ഈ പ്രഭാതം സ്തോത്രം, നാം ദൈവസന്നിധി നന്മകൾ ചെയ്യുന്നവരായി മറ്റുള്ളവർക്ക്, സ്നേഹിതർക്ക്, സഹോദരങ്ങൾക്ക്, സഹശുശ്രൂഷകർക്ക്, വിശ്വാസ മക്കൾക്ക് നന്മ ചെയ്യുന്നവരായി മറ്റുള്ളവരെ നാം മുഖാന്തരം അവർ സന്തോഷിക്കുന്ന നിലകളിൽ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി നമ്മെ ഈ പ്രഭാതം ഒരുക്കാം. ആരെയും നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതെ, നമ്മുടെ നോട്ടം കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ, ഭാരമുണ്ടാക്കാതെ ദൈവം പ്രസാദിക്കുന്ന നിലകളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെയും നിന്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ ഞരക്കം നിനക്ക് മറഞ്ഞിരിക്കുന്നതുമില്ല. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു നാഥ. ഈ പ്രഭാതം കർത്താവേ, സ്തോത്രം കർത്താവേ, തലമുറകളെ ശുശ്രൂഷയ്ക്കായി ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവക്കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ. ആലയത്തിനായി കൈത്താങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഉപവാസ പ്രാർത്ഥനകൾ, കൺവെൻഷൻ നടത്തുവാനൊക്കെ ആഗ്രഹിക്കുന്ന ദൈവക്കുഞ്ഞുങ്ങളുണ്ട്. അവരെയെല്ലാം ദൈവം മാനിക്കണം, ആദരിക്കണം. മറ്റുള്ളവരെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സാധുക്കളെ സഹായിപ്പാൻ ആഗ്രഹിക്കും. ഏതൊക്കെ നിലകളിൽ കർത്താവെ ആഗ്രഹിക്കുന്നുവോ, നല്ല യഹോവ പ്രസാദിക്കുന്ന ആഗ്രഹങ്ങളായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.